ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ചീര അവിയൽ വയ്ക്കുക. ചീര ഇതാ നല്ല പട്ട് ചീര. അപ്പോൾ നമുക്ക് അവിയൽ വയ്ക്കാം. ഇത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ചെവിടെല്ലാം കണ്ടിച്ച് കളഞ്ഞ് നല്ല നീറ്റാക്കിയതാണ്. ഇനി നമുക്കത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതാ ഇതുപോലെ ഇച്ചിരി തണ്ട് വലുപ്പത്തിൽ അരിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ ഇതാ ഇതുപോലെ അരിഞ്ഞ് ഇത് തീരെ ഇതുവാ മൂക്കാത്ത ഇളന്താളിച്ച ചീരയാണ്. ഒത്തിരി നീളവും ഇല്ല, ഒന്നും ഇല്ലാത്തൊരു ചീര. നല്ല നല്ല കളറുണ്ട്. പട്ടുചീര എന്നൊക്കെ പറയത്തില്ലേ, ഈ നീളമില്ലാത്ത കോഴിക്കുഞ്ഞുങ്ങളെ കാണത്തില്ലയോ, അധികം നീളമില്ല, കുറുകാരി പോലത്തെ കോഴിക്കുഞ്ഞ് എന്ന് പറയുന്നിട്ടുള്ള ചീരയാണിത്. ഇത് ഇന്നലെ ഇവിടെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഇന്ന് രാവിലെ നമുക്കത് ഇതാ ചീര അരിഞ്ഞ് കഴിഞ്ഞു. നമുക്കിതിന് ഇഡ്ഡലി കൂട്ടത്തിനകത്തോട്ട് ഇടാം. നമുക്കിതിനകത്തിന് മാങ്ങ ചേർക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാം നമ്മൾ ചീര അരിഞ്ഞ് വെച്ചേക്കുന്നുണ്ടോ, ഇത്രയല്ല ഏറെയുണ്ട്. ഇതിനകത്താണ് നമ്മൾ അവിയൽ വയ്ക്കാനായിട്ട് ഒരുങ്ങുന്നത്. അപ്പം ചീര കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് മാങ്ങായും തേങ്ങായും ഒക്കെ ചേർത്ത് നമുക്ക് അവിയൽ വയ്ക്കാം. ആദ്യം ഇതൊന്ന് വേഗം വയ്ക്കണം. വേഗം വെച്ചിട്ട് വരാം. ഓക്കെ, നമ്മൾ ചീര അവിയൽ വയ്ക്കാനായിട്ട് കുനുകുനാന്നരിഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഇഡ്ഡലി കൂട്ടത്തിനകത്ത് വാരി വെച്ച് വയ്ക്കാം. ഇതിന് തണ്ട് ഇല മേളിലും തണ്ട് താഴെയായിട്ട് നമ്മൾ ഇഡ്ഡലി കൂട്ടത്തിൽ വാരി വയ്ക്കുന്നത്. മാങ്ങ അടിയിലിട്ട് ഇതിൻ്റെ കൂടെ തന്നെ അടി ഭാഗത്തായിട്ടിട്ട് വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ചാൽ ഒരുപാട് കൂടിപ്പോയാൽ കുഴഞ്ഞു പോകും. സാധാരണ അവിയൽ വയ്ക്കുന്നുണ്ട്. സാധാരണ അവിയൽ വയ്ക്കുന്ന പറഞ്ഞാൽ പച്ചക്കറിക്ക് ഇച്ചിരിയൊക്കെ കട്ടിയുണ്ടാവും, ചീരയ്ക്ക് ഒട്ടും. ഇത് കുഞ്ഞ് ചീരയാണ്, നൈസ് ചീരയാണ്. അപ്പോൾ അതനുസരിച്ച് വേണം ചെയ്യാൻ. മാങ്ങയൊക്കെ ചെത്തി തോലും മാങ്ങാണ്ടി കുഞ്ഞ് മാങ്ങയാണ്. അത് വീട്ടിലെ മാങ്ങയാണ്. ഒരു മാവുണ്ട്. അപ്പം മാവ് പൂത്തിപ്പുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാം, മാവിൻ്റെ വീഡിയോ കാണിക്കാം. പിന്നെ ഇത് മാങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇത് മൂവാണ്ടം മാങ്ങയാണ്, കുഞ്ഞ് മാങ്ങയെന്ന് പറഞ്ഞാൽ നല്ല പുളിയാണ്. അപ്പോൾ ഇത്രയും മതി. അപ്പം ഇനി നമുക്കിത് അവിയലും വെക്കുന്നതിനകത്ത് ചേർക്കാനുള്ളതാണ്. നമുക്ക് ചീരയും മാങ്ങയും കൂടെ വേണം നമുക്ക് വേവിക്കാൻ വയ്ക്കേണ്ടത്. നമുക്ക് ചെയ്ത് വരാം. ഇതാ ഇങ്ങനെ നമ്മൾ അരിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി. കുടഞ്ഞെടുത്തിട്ട് അത് വേറൊരു പാത്രത്തിൽ വയ്ക്കുമ്പോൾ നമുക്ക് തണ്ട് മാത്രമായിട്ട് കിട്ടും. അപ്പം ആ തണ്ട് വാരിയിട്ടാണ് നമ്മൾ ഇതാ കൂട്ടത്തിനകത്തോട്ട് വാരിയിട്ടിട്ട് കണ്ട. ഈ മാങ്ങയും കൂടെ ചേർക്കാം. ബാക്കി തണ്ടൂടെ വാരി നമുക്ക് അപ്പം ഇല ഇപ്പുറത്തിരിപ്പുണ്ട്. ഇല നമുക്കിടണം. അത് മേലിലാണ് വയ്ക്കുന്നത്. തണ്ട് ഒത്തിരി മൂത്തതല്ല ഒട്ടും. നല്ല സൂപ്പർ. ഇത് ചീരയുടെ അത് ഇല മാത്രം. അത് നമുക്കിതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കാം. അതിന് വരുമ്പോൾ ഒന്നും കാണത്തില്ല. നിങ്ങൾ വിചാരിക്കും ഇത്രയും എന്തിനാ ഒരു വീട്ടിൽ നിന്ന്. പക്ഷെ ഇതൊന്നും ഉണ്ടാവില്ല. കുഞ്ഞ് ചീരയില്ല, കുരുന്ന് ചീര. ഈ വർഷത്തെ ആദ്യത്തെ ചീരയാണ്. ചീര അവിയലുണ്ടോ, അവിയൽ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്പൂണിട്ട് ഇളക്കി നോക്കാം. അതിൻ്റെ നല്ലോണം ഒരു ശകല വെള്ളവും കൂടെ പറ്റാനുണ്ട്. പിന്നെ മാങ്ങയൊക്കെ കണ്ടോ, മാങ്ങയൊക്കെ നല്ലോണം വെന്ത് ഉടഞ്ഞ്. ഇതേ കണ്ടോ, മാങ്ങ നമ്മളിവിടെ ഇട്ടയാണേ. മാങ്ങ ഒന്നും കാണാനില്ല. കണ്ടോ, എന്തുടഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ചീര വെന്ത്. അപ്പം നമുക്കിതിനകത്ത് ആ വെള്ളം ഇരിക്കുന്നത് നല്ലതാണ്. കാരണം നമുക്ക് അരപ്പ് ഇട്ട് വേവിക്കണം. അരപ്പിനൊരു വേവ് ഉണ്ട്. ദേ ആ ചീരയുടെ വെള്ളത്തിൻ്റെ കളറ് കണ്ടോ. ഞാൻ പറയില്ലേ നല്ല പട്ട് ചീര എന്ന് പറഞ്ഞില്ലേ, കാണിക്കല്ല. ഇതാ വെള്ളം, അത് ആവി ഉള്ളാരണം കാണാൻ പറ്റുന്നില്ല. ഇച്ചിരി വെള്ളം ഞാൻ സ്പൂണിൽ കോരിയെടുക്കാം. ഇതാ കണ്ടോ, ആ ചീര വെള്ളത്തിൻ്റെ കളറ് കണ്ടോ.
ഇത് പണ്ട് ചോറൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിങ്ങനെ ചുമന്നിരിക്കും. ചോറ് ഉണ്ണാൻ ഉച്ചയ്ക്ക് സ്കൂളിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതാണ് ഇങ്ങനെ കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ടേസ്റ്റിലാണ് ഓരോന്ന് കാണിക്കുന്നത്. എല്ലാവരും ഞാൻ കാണിക്കുന്നതോട്ടായിരിക്കത്തില്ല ഓരോരുത്തരോരോന്ന് ചേർക്കുന്നത്. കാരണം അത് ഞാൻ പ്രത്യേകം പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ അവിയലിന് വെളുത്തുള്ളി അരയ്ക്കാറില്ല. കാന്താരിമുളകാണ്, തേങ്ങ, മഞ്ഞൾ, ഒരു ജീരകം, 1-2 ജീരകം. കണ്ടോ, ജീരകം കാണാൻ പോലും ഇല്ല. ചിലർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. പിന്നെ കൊച്ചുള്ളിയാണ് അരയ്ക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റാണ്. അത് നമുക്ക് മിക്സിയിൽ അരച്ചിട്ട് വരാം. ടേസ്റ്റല്ല അരയ്ക്കേണ്ടത്, ഈ അരപ്പ് അരച്ചെടുത്തിട്ട് വരാം. കാരണം അവരവരുടെ ടേസ്റ്റ് അവരവർക്കെല്ലാം അറിയത്തുള്ളൂ. എൻ്റെ രീതിക്ക് ഞാൻ ഇങ്ങനെയാണ് അവിയൽ വയ്ക്കാറ്. നമുക്കിത് എല്ലാം കൂടെ അരച്ചെടുത്തിട്ട് അങ്ങനെ തേങ്ങ അങ്ങനെ മിക്സിയിൽ ഞാൻ കാണിച്ച അരപ്പെല്ലാം ചേർത്ത് സാധനങ്ങൾ ചേർത്ത് അരപ്പാക്കി ഒരു അവിയലിൻ്റെ ഒരു സാധാ പരുവാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാനൊരു ശകലം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ അരയ്ക്കുന്നതിനകത്ത് ഇടാറില്ല. ഇതിനകത്ത് കണ്ടോ, മുളക് പൊടി കണ്ടോ, ശകലം. അതൊരു ഇതിന് വേണ്ടിയിട്ട് മാത്രം, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിനകത്തോട്ട് ഇടാം. അതിൻ്റെ കളറ് കണ്ടോ, അരപ്പ് നമ്മളതിനകത്ത് ഇട്ടേ. എന്നിട്ട് ഈ ചീര തന്നെ കോരി അതിൻ്റെ പുറത്ത് വെച്ച് നമ്മൾ അരപ്പൊന്ന് വേവിക്കാം. ചെറുതായിട്ട് അപ്പോൾ ഇറങ്ങി വരുമ്പോഴത്തേന് ശകലം പോലും വെള്ളം കാണില്ല. നമുക്കത് വേവിച്ചിട്ട് വരാം. അടച്ച് വയ്ക്കാം. ചീരവില്ല ഞാൻ പറയില്ലേ, ആ തേങ്ങ ഇട്ട് വരുമ്പോഴത്തേന് അതിനകത്ത് ശകലം പോലും വെള്ളം കാണില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഉണ്ടോ, വെള്ളമില്ല. ഉണ്ടോ, ഇത് പറ്റി മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി വേവിപ്പിച്ചെടുക്കാം. അവിയൽ വയ്ക്കുമ്പോൾ എപ്പോഴും നമ്മൾ പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. കണ്ടോ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടേക്കുന്നുണ്ടോ, അതാണ് അവിയലിൻ്റെ ടേസ്റ്റ്. ചുമന്നുള്ളിയും പച്ച വെളിച്ചെണ്ണയാണ് അവിയൽ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ്. കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം. ഞാൻ ഇഡ്ഡലിക്കൂട്ടത്തിനകത്തു നിന്ന് വേറൊരു ചട്ടിയിലൂടെ ഞാൻ പകർത്തിയായിരുന്നേ. കാരണം ചീരവിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, വെള്ളം വേണ്ടാന്ന് പറഞ്ഞാൽ ഇച്ചിരി ചാറ് പോലൊക്കെ വേണം. പിന്നെ അത് എല്ലാം ചേർത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇത് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ ഒരാൾക്ക് കൊടുത്തായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞ് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചീരവിയിലൊക്കെ വയ്ക്കുക, ഇതുപോലെ വയ്ക്കുക. പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് ഏത് രീതി വയ്ക്കണമെന്ന്. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.